ശ്രീ അബ്ദുള്ള, അങ്ങ് അറിഞ്ഞു കാണുമല്ലോ തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു തീരുമാനം. നേരത്തെ നമ്മുടെ സിലബസിലെല്ലാം മുഹമ്മദ് നബിയെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുമുള്ള പാഠങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ തമിഴ്നാട്ടിലേക്ക് പ്രശ്നം വരുമ്പോൾ ചില വിഷയങ്ങൾ അതുമായി ഉരുത്തിരിഞ്ഞു വരികയാണ്. അത് സർക്കാർ സ്വമേധയാ എടുത്ത ഒരു തീരുമാനമായി അതിനെ കാണാനാകില്ല. SDPIയുടെ ഒരു ആവശ്യം അത് പരിഗണിക്കുകയാണ് തമിഴ്നാട് സർക്കാർ ചെയ്യുന്നത്. അങ്ങനെ SDPIയുടെ തീരുമാനമനുസരിച്ച് ഒരു സർക്കാർ ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? ശ്രീ ഒ അബ്ദുള്ള. അതായത് പ്രവാചകൻ മുഹമ്മദ് നബി, അതുപോലുള്ള മഹാന്മാർ, യേശു ക്രിസ്തു, അതുപോലെ ഇന്ത്യയിൽ ജനിച്ചതായ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ഈ ഇത്തരത്തിലുള്ള മഹാന്മാരെക്കുറിച്ചൊക്കെ നമ്മുടെ തലമുറകൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അവർ പ്രബോധനം ചെയ്തതായ അല്ലെങ്കിൽ അവർ സഞ്ചരിച്ചതായ ആ സൽപന്ഥാവിലൂടെ നമ്മുടെ സന്താനങ്ങളെയും തലമുറകളെയും വഴി നടത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുമാണ്. പിന്നീട് തമിഴ്നാട്ടിൽ ഇപ്പോൾ അതൊരു പ്രശ്നമായത് ഇവർ SDPI പറഞ്ഞതുകൊണ്ടാണ് എന്ന് സ്ഥിരീകരിക്കാൻ തെളിവുകളില്ല. അതൊരു ഊഹം മാത്രം. SDPI അങ്ങനെ പറഞ്ഞു. SDPIക്ക് എന്നല്ല, ആർക്കും പറയാമല്ലോ. ഇപ്പോൾ ശ്രീകൃഷ്ണനെ പറ്റി നമ്മൾ കേരളത്തിൽ പാഠം പഠിക്കുന്നുണ്ട്. അതുപോലത്തെ RSS പറഞ്ഞിട്ടാണ്. RSS രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ശ്രീകൃഷ്ണനെ പറ്റിയും ശ്രീരാമനെ പറ്റിയും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക വിഭാഗത്തിലേക്കോ പാർട്ടിയിലേക്കോ എന്നിട്ട് അവരെ ഭീകരമായി അങ്ങനെ പറയാൻ മാത്രമുള്ള കൊടുംഭീകരമൊന്നും SDPI ഇവിടെ നടത്തിയിട്ടുമില്ല. അത് വേണം മനസ്സിലാക്കുക. ഇവിടെ RSS വലിയ തോതിലുള്ള പരാക്രമങ്ങൾ നടത്തുകയും പലരെയും കൊന്നൊടുക്കുകയും യാതൊരു വിവേചനമില്ലാത്ത നരഹത്യ നടത്തുകയും ചെയ്തപ്പോൾ അതിനൊരു ചെറിയ വിഭാഗം പകരം വീട്ടാൻ വേണ്ടി രംഗത്തിറങ്ങി. അവർ പകരം കൊന്നു, അവസാനമായിട്ട് ശ്രീനിവാസനെ. അപ്പോൾ അതൊരു സംഘട്ടനത്തിലേക്ക് നീങ്ങപ്പോൾ അവിടെ ബന്ധപ്പെട്ടവർ ഇടപെട്ടു, രണ്ടു കൂട്ടരെ നിർത്തി. ഇപ്പോൾ കൊല നടക്കുന്നില്ല. ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവനും കൊന്നൊടുക്കാൻ RSSകാർക്കോ ഇവിടുത്തെ ഹിന്ദുക്കൾ മുഴുവൻ കൊന്നൊടുക്കാൻ SDPIക്കോ കഴിയില്ല. അവിടെ നിർത്തേണ്ടി വരും എന്നുള്ള ഉറപ്പുമാണ്. അപ്പോൾ ഇവിടെ സംഘടനകൾ ഉണ്ടാകുന്നത് അതൊക്കെ മതത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൻ്റെ ഭീകരത കൊണ്ടാണ് എന്ന നിഗമനം ശരിയല്ല. അപ്പോൾ നമ്മളിവിടെ സൗഹാർദ്ദത്തോടു കൂടി പരസ്പരം മനസ്സിലാക്കിയിട്ടും പല ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ടും നൂറ്റാണ്ടുകളായി ഇവിടെ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്നു. ഇന്ത്യ ലോകത്തെ തന്നെ സൗഹാർദ്ദത്തിൻ്റെ ഒരു മകുടോദാഹരണമാണ്. അത് ഭാവിയിലും തുടരുക. ചില്ലറ പ്രശ്നങ്ങൾ വല്ലാതെ വലുതാക്കി പെരുപ്പിച്ച് കാണിക്കാതിരിക്കുക. അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ വേറെ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അവർ അതിനെ നേരെ തിരിയും ഉറപ്പാണ്. അപ്പോൾ ഇതിനകത്ത് പങ്കെടുക്കുന്ന ആരിഫ് ഹുസൈൻ പറയാൻ പോകുന്നത് ഞാൻ മുൻകൂട്ടി പറയാം. ഈ കക്ഷിക്ക് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം ഔട്ടടിച്ച് പോയതാണ്. എന്നിട്ട് എന്താ പിന്നെ പറയേണ്ടത്? എങ്ങനെയാണ് ഇവിടെ ഒരു സമൂഹം ഉണ്ടല്ലോ, പല വ്യത്യസ്തമായ കഴിവുകളോടുകൂടി, അറിവുകളോടുകൂടി, യോഗ്യതയോടുകൂടിയുള്ള വലിയൊരു സമൂഹത്തോടെ ജീവിക്കുക. ഈ ജനങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റി ആരിഫ് ഹുസൈൻ ഒന്നും പറയാനില്ല. പ്രവാചകൻ 4 പെണ്ണെട്ടി 10 പെണ്ണെട്ടി അതും ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇസ്ലാമിനെ തെറി പറഞ്ഞ് നടക്കുക എന്നുള്ള ഇഷ്ടൻ്റെ ജോലി. അത് കേൾക്കാൻ വേണ്ടി കൈയടിക്കാൻ വേണ്ടി മുസ്ലിങ്ങളല്ലാത്ത ഇസ്ലാമിന് പുറത്തു പോയ അല്ലെങ്കിൽ അമുസ്ലിങ്ങളായ കുറേ ആൾക്കാരുണ്ടാവും. അവർ പിന്നെ തലയിലേറ്റ് നടക്കുകയും ചെയ്യുന്നു. വളരെയധികം ആ ഒരു ഇതിലൂടെയാണ് ജീവിക്കുന്നത്. ഇത്തരക്കാർ ആദ്യം തന്നെ നിങ്ങൾ ഇത്തരം ചർച്ചയിൽ നിന്നൊക്കെ മാറ്റി നിർത്തണം. ഇവനൊന്നും ഇസ്ലാമിനെ പറ്റി പഠിച്ചിട്ട് തന്നെയല്ല. ഇവൻ പഠിച്ചത് ഹോമിയോപ്പതിയാണ്. ഞാൻ പഠിച്ചത് ഇസ്ലാമാണ്. ഞാൻ ഇസ്ലാമിക് കോളേജിൽ പഠിച്ചിട്ടുണ്ട്, പുറത്ത് വിദേശത്ത് പോയി പഠിച്ചിട്ടുണ്ട്. ഇവനാകട്ടെ ഹോമിയോപ്പതി പഠിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇസ്ലാം അറിയാം? വലിയ ഇസ്ലാമിൻ്റെ വക്താവായ ഇസ്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആധികാരികമായ ഇസ്ലാമിനെ പറ്റി ഒരക്ഷരം പറയാനുള്ള കഴിവില്ല, പഠിച്ചിട്ടുമില്ല. പഠിക്കാത്ത അവനെ നിങ്ങൾ തലയിലേറ്റുക ഇസ്ലാം വിരുദ്ധം നിലനിൽക്ക്. അതുകൊണ്ട് ആദ്യം അത്തരക്കാരെ ഇത്തരം ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് സമന്വയത്തിൻ്റെതായ ഒരു വഴി, എല്ലാ മതങ്ങളും പരസ്പരം സഹകരിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും മനുഷ്യത്വം എന്നത് ഇസ്ലാം പറയുന്നതിൻ്റെ അതാ മനുഷ്യത്വം എന്നാ. യാ യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന ഹലക്കനാക്കും ഇതൊക്കെ മുൻസ, ജനങ്ങളെ നിങ്ങളെ നാം ഒരാണിൽ നിന്ന് പെണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു മഹത്തമായ ആശയം എന്താണുള്ളത്? ശബ്ദം വീണ്ടും മടങ്ങിയേക്കാം. അപ്പൊ ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ ഒരു വാക്കുകൂടി, ഒറ്റ വാക്കുകൂടി. പറയൂ. ഓ പറഞ്ഞോളൂ. അറബിക്കും വല അജമിക്കും, അറബിക്കും അനറബിക്കും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അങ്ങ് ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യമുണ്ട്. അങ്ങനെ SDPIയുടെ ഒരു നിർദ്ദേശത്തിന് വഴങ്ങിയാണ്
ഇത്തരത്തിൽ തമിഴ്നാട് സർക്കാർ ഒരു നിലപാടെടുത്തത് എന്നുള്ളതിന് തെളിവില്ല എന്നാണ് താങ്കൾ ഈ ചർച്ചയുടെ തുടക്കം മുതൽ പറഞ്ഞത്. പക്ഷേ വളരെ കൃത്യമായി SDPIയുടെ നേതാവ്, അവിടുത്തെ SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ്, തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് നെല്ലായി മുബാറക്ക്, അതൊരു മിലാദ് സംഗമത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ ഒരാവശ്യം തമിഴ്നാട് സർക്കാരിന് മുൻപാകെ വയ്ക്കുന്നത്. നേരത്തെയും ഇത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ SDPI ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് കേട്ട് വന്നത് ശേഷം ഈ ചർച്ചയിലേക്ക് ഞാൻ തിരികെ എത്താം. മിലാദ് സംഗമത്തിലാണ് തമിഴ്നാട് SDPIയുടെ പ്രസിഡന്റ് നെല്ലായി മുബാറക്ക് ഈ ആവശ്യം സംസ്ഥാന സർക്കാരിന് മുമ്പാകെ, സ്റ്റാലിന് മുൻപാകെ വെക്കുന്നത്. ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ട ശേഷം ചർച്ചയിലേക്ക് മടങ്ങി വരാം. தமிழகத்துடைய முதல்வர் 2030 தமிழகம் 1 டிரில்லியன் பொருளாதாரம் என்கின்ற இலக்கை அடைய வேண்டும் என்று அதற்கான திட்டங்களை வகுத்து செயல்பட்டுக் கொண்டிருக்கிறார்கள். அப்படி 1 டிரில்லியன் பொருளாதாரத்தை தமிழகம் அடையும். அப்படி 1 டிரில்லியன் பொருளாதாரத்தை அடைய வேண்டிய சமயத்திலே முஸ்லிம் சமூகத்துடைய தொழிலதிபர்களும் அதனோடு சேர்ந்து பயணிக்க வேண்டும் என்று சொன்னால் இன்றைக்கு அரசாங்கம் வழங்குகிற எல்லா திட்டங்களிலும் இன்ட்ரெஸ்ட் வட்டி என்று சொல்லுகிற ஒரு சிஸ்டம் இருக்கிறது. அண்ணலம் பெருமானார் அதை தடை செய்திருக்கிறார்கள் என்ற காரணத்தினால் முஸ்லிம் சமூகத்துடைய தொழிலதிபர்கள் இதை தொடர இயலாத ஒரு சூழல் ஏற்படுகிறது. இந்த முஸ்லிம் சமூகம் வணிக பெருமக்களை கொண்ட சமூகம். எனவே தமிழகத்துடைய முதல்வர் அவர்கள் வட்டி இல்லாத ஒரு பொருளாதார சிஸ்டத்தை இந்த முஸ்லிம் சமூகத்திற்கு தந்தார்கள் என்று சொன்னால் 1 டிரில்லியன் இலக்கு என்பதை அடைவதற்கு காரணமாக இருக்கும். SDPI தலைவர் சகோதரர் நெல்லை முபாரக் அவர்கள் கோரிக்கைகள் எல்லாம் சொன்னீங்க. நிச்சயமாக பரிசீலிக்கப்படும், உறுதியாக பரிசீலிக்கப்படும். நியாயமான கோரிக்கை நிச்சயமாக நிறைவேற்றி തരുவோം. യെസ്, ശ്രീ O അബ്ദുള്ള, അപ്പോൾ SDPI പറഞ്ഞ കാര്യം അതേ വേദിയിൽ വെച്ച് തന്നെ സ്റ്റാലിൻ ശിരസ വഹിക്കുകയാണ്. അപ്പോൾ താങ്കൾ ആദ്യം ഉന്നയിച്ചത് ഇതിനൊന്നും തെളിവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ SDPIയുടെ നേതാവാണ് സംസാരിച്ചത്, തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റാണ് സംസാരിച്ചത് ഈ മിലാദ് സംഗമത്തിൽ വെച്ച്. അപ്പോൾ അങ്ങയുടെ ആദ്യത്തെ വാദം തന്നെ നിരർത്ഥകമാകുകയാണ്. അങ്ങനെ വളരെ കൃത്യമായി ഒരു പൊതുവേദിയിൽ വെച്ചുകൊണ്ട് SDPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇത്തരത്തിലൊരു നിലപാടെടുക്കുകയാണ്. താങ്കൾ അതിന് പരിഭാഷ ഒന്ന് പറയുമോ? മലയാളത്തിൽ എന്താ പറഞ്ഞതെന്ന്? ആ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല തമിഴായതുകൊണ്ട്. അങ്ങൊരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ പറഞ്ഞു തരാം. ആ മനുഷ്യൻ പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച് സ്കൂൾ സിലബസിൽ ഉൾപ്പെടുത്തണം എന്ന് നെല്ലായി മുബാറക്ക് ആവശ്യപ്പെടുകയാണ് ഈ മിലാദ് സംഗമത്തിൽ വെച്ച്. അത് അങ്ങനെ തന്നെ ചെയ്യാം എന്ന് അദ്ദേഹം വളരെ കൃത്യമായി ആ വേദിയിൽ വെച്ച് തന്നെ നിലപാട് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ SDPIയുടെ സമ്മർദ്ദം ഇതിലില്ല എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാനാകും? ഞാനൊക്കെ സ്കൂൾ നമ്മൾ ഒരു സമ്മർദ്ദം SDPI എന്നുള്ള വാക്കോ അല്ലെങ്കിൽ SP എന്നുള്ള വാക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നോ ഒന്നും ഒരു പദം ഇല്ലാത്ത കാലത്ത് ഞാനൊക്കെ, അതായത് ഇപ്പോൾ എനിക്ക് 80-ലധികം വയസ്സായി, ഒരു 65-70 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിക്കുന്ന സ്കൂൾ പാഠപുസ്തകത്തിൽ ശ്രീരാമനെ പറ്റി 3 പാഠങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ശ്രീരാമൻ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള 3-4 കല്യാണം കഴിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ കൗസല്യായിരുന്നു, മറ്റു കൈകേയിയായിരുന്നു. ഇങ്ങനെ പഠിച്ചു പോകുന്നത്. അങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായത് കൊണ്ടാണ്. അടുത്ത പാഠം മുഹമ്മദ് നബിയെ പറ്റിയായിരുന്നു. അങ്ങനെ പഠിപ്പിക്കണമെന്ന് എന്താ പ്രത്യേകിച്ചുള്ളത്? അന്ന് SDPI ഉണ്ടായിട്ടാണ് അതൊക്കെ പഠിപ്പിച്ചത്, RSS ഉണ്ടായിട്ടാണ് പഠിപ്പിച്ചത്. ഇത് ഇന്ത്യൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ശ്രീരാമനെയും ശ്രീകൃഷ്ണനൊക്കെ ദൈവമായിക്കൊണ്ടാണ് അവതരിപ്പിച്ചത്. അദ്ദേഹം ഒരു പാത്രത്തിൽ എന്താ ഒരു ഇത്തിരി ഒരു ഇല ബാക്കിയുണ്ടായിരുന്നു, അത് തിന്നാൻ തുടങ്ങിയിട്ട് ഭക്ഷണം തീർന്നില്ല. ശ്രീകൃഷ്ണൻ വന്നിട്ട് അതിനകത്ത് നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ അദ്ദേഹം ദൈവമായതുകൊണ്ട് അതിങ്ങനെ തിന്നിട്ടും അദ്ദേഹത്തിന് വിശപ്പ് മാറിയിട്ട് തീരുന്നില്ല. ഇതൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ 3-ാം ക്ലാസ്സിലോ 2-ന്നോ ആണ് ഞാനൊക്കെ പഠിച്ചത്. അപ്പോൾ അതൊക്കെ ഇവിടെ പണ്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം എന്തിനതിന് SDPIയെ കുറ്റം പറയുന്നത്? ഞാൻ SDPIയുടെ ആരുമല്ല, എനിക്കതിനോട് താല്പര്യമില്ല. പക്ഷേ ഇതൊക്കെ മുമ്പേ ഇവിടെ പഠിപ്പിച്ചു പോരുന്ന കാര്യങ്ങളാണ്. അത് മുൻപേ പഠിപ്പിച്ച വിഷയമാണ്. പക്ഷേ അതിൽ നിന്നും രാഷ്ട്രീയം കുറെ മുന്നോട്ട് പോയിരിക്കുകയാണ്. പ്രീണന രാഷ്ട്രീയത്തിന്റെ
അതിപ്രസരമാണ് നമ്മളിപ്പോൾ കാണുന്നത്, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച്. ഈ വിഷയം ജനം TV ചർച്ചയ്ക്ക് എടുക്കുന്നത് തന്നെ ആ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ്. അതായത് സനാതനധർമ്മം ഡെങ്കുവും മലേറിയയും പോലെയാണെന്നും അത് നിഷ്കാസനം ചെയ്യപ്പെടേണ്ടതാണെന്നും പറയപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് ഉദയനിധി സ്റ്റാലിൻ പറയുകയാണ്, സ്റ്റാലിൻ അത് ശരിവെക്കുന്നു, അത് തിരുത്താൻ ഇതുവരെ സ്റ്റാലിൻ തയ്യാറായിട്ടില്ല. ഹൈന്ദവതയോട് എന്നും മുഖം തിരിച്ചു നിൽക്കുന്ന സ്റ്റാലിൻ, BJPക്കെതിരെ സമരമുഖം കോർക്കുന്ന സ്റ്റാലിൻ, ആ സ്റ്റാലിൻ്റെ സംസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് SDPI ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഇനി ആവശ്യം ഉന്നയിക്കുന്നത്. അതിൽ ഒരു അസ്വാഭാവികതയുണ്ട്. അതാണ് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ശ്രീ ഒ അബ്ദുള്ള, നമ്മൾ പഠിച്ച കാലത്തൊക്കെയുള്ള ആ ഒരു രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ മതേതരത്വത്തിൻ്റെയോ ആ കണ്ണികൾ അല്ല ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ചർച്ചയ്ക്ക് ഞങ്ങൾ മുൻകൈ എടുക്കുന്നത്. ശ്രീ അബ്ദുള്ള. ഞാൻ മറുപടി പറയാം. ഈ തമിഴ് സംസ്കാരം, തെക്കൻ ഇന്ത്യൻ സംസ്കാരം തന്നെ, അത് എന്നും വടക്കേ ഇന്ത്യയിലെ ഈ ശ്രീരാമനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഐതിഹ്യങ്ങളോടും ദൈവമായി അവതരിപ്പിക്കുന്നതിനൊക്കെ നേരത്തെ പുറംതിരിഞ്ഞിരിക്കുന്നവരാണ്. അവരൊരു കാലത്തും അത് അംഗീകരിച്ചിട്ടില്ല. എന്നല്ല പണ്ട് പലപ്പോഴായിട്ട് രാമായണമൊക്കെ കത്തിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിൽ. ഞാനൊക്കെ കുട്ടികളുടെ കാലത്ത് നല്ല ഓർമ്മയുണ്ട്. അവരതിനെ ഒരു നിലക്കും അംഗീകരിക്കില്ല. അതിലേക്ക് ഈ SDPIനെ കൂട്ടിക്കൊണ്ടുവന്നത് ഇതൊരു തരത്തിലുള്ള ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ്. അതിൽ SDPI ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും, അഥവാ അങ്ങനെ സംഘടന ഇല്ലെങ്കിൽ പോലും ഇവരുടെ നിലപാട്, തമിഴ്നാട്ടിലെ ഇവരുടെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിനെയൊക്കെ നിലപാട് ഹൈന്ദവ ഇതിൻ്റെ സവർണ ശ്രീരാമനെ അങ്ങേയറ്റം പർവ്വതീകരിച്ചുകൊണ്ട് ദൈവമായി അംഗീകരിക്കുക. അതോടൊപ്പം നേരെ മറിച്ച് അതിന് വിരുദ്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് എന്താ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു അയാളെ മറ്റ മോശമായിട്ട് അവതരിപ്പിക്കുക. ഇതൊക്കെ നേരത്തെ തുടർന്നു വരുന്ന, അതിനൊന്നും SDPIക്കൊന്നും പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല. യെസ്.